ഹലോ ഗേസ്, നമുക്കിന്നൊരു പുളിങ്കറി ഉണ്ടാക്കുന്ന നോക്കിയാലോ. ഈ പുളിങ്കറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും പല സംശയങ്ങളുണ്ടാവാം. ഈ കുട്ടി ഇഞ്ചിക്കറിനെയാണോ പുളിങ്കറി എന്ന് പറയുന്നത്, അതോ പുളിയിഞ്ചിനെയാണോ? അതൊന്നല്ലേ, അത് വേറെ. ഇത് പുളിങ്കറി. ഇത് ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുമോയെന്നറിയില്ല. പക്ഷേ ഈ തൃശ്ശൂർ ജില്ലയിൽ എന്നാലും പറ്റില്ല, തൃശ്ശൂർ ജില്ലയിൽ എല്ലാവർക്കും ഒന്നും അറിയില്ല എനിക്ക് തോന്നുന്നു. കൂടുതൽ പോപ്പുലറായിട്ടുള്ളത് നമ്മുടെ കൊടുങ്ങല്ലൂർ ഏരിയയിൽ അങ്ങോട്ട് ഉള്ളവർക്കൊക്കെ നല്ലോണം അറിയായിരിക്കും. അതുപോലെ തന്നെ ഈ എറണാകുളത്തുള്ളവർക്കും ഈ കൊച്ചി ഭാഗക്കാർക്കും നമ്മുടെ ആലുവ, പെരുമ്പാവൂർ അവിടെ ഉള്ളവർക്കൊക്കെ ശരിക്കും അറിയാം. കാരണം ഞാൻ അവിടെയൊക്കെ പോകുമ്പോൾ കല്യാണ വീടിലും എന്തിന് ഈ ഹോട്ടലിൽ വരെ ഒരു സൈഡ് ഡിഷായിട്ട് അവർ ഇത് വിളമ്പണത് സെർവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഈന്തപ്പഴം കൂടി ഇതിൽ മിക്സാണ്. ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല, ഈന്തപ്പഴം എൻ്റെ കയ്യിൽ ഉണ്ടാകാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. അതും കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു ഇത് എന്താ പറയുക, ഈ പുളിങ്കറി സെറ്റ് സാധനമാണ്. നമ്മുടെ നെയ്ച്ചോറിൽ, അതുപോലെ തന്നെ ബിരിയാണി, ചോറിന്, എന്തിന് വെറുതെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് വെറുതെ ഇങ്ങനെ കഴിക്കാൻ എന്ത് രസമാണ്. പണ്ടൊക്കെ ഉമ്മിച്ചി ഇങ്ങനെ പെരുന്നാളിന് തലേ ദിവസം ഇങ്ങനെ രാത്രി ഉണ്ടാക്കി വെക്കും, എന്നിട്ട് കുറച്ചിങ്ങനെ തരും. അതിങ്ങനെ വടിച്ച് അത് തീരണ വരെ. ഇതൊന്നും അധികം ദിവസം പോലും വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. പണ്ടൊക്കെ ഉമ്മിച്ചി ഈ പെരുന്നാളിൻ്റെ തലേ ദിവസം മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇപ്പോൾ പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേ. ബൈ ബൈ.